ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഞാൻ ആര്, നീ ആര്? ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് ഋഭു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ നിദാഘൻ. അദ്വൈത സത്യം എത്ര പറഞ്ഞു കൊടുത്തിട്ടും നിദാഘന് തെളിഞ്ഞില്ല. പഠനകാലം കഴിഞ്ഞു. ദേവികാ നദീതീരത്തുള്ള വീരനഗരത്തിൽ നിദാഘൻ തപസ്സോടെ കുടുംബജീവിതം ആരംഭിച്ചു. ശിഷ്യന് വസ്തുബോധം ഇനിയും ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഗുരുവിന് അറിയാം. കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം വേഷം മാറിയെത്തി. നിദാഘൻ അതിഥിയെ ആദരവോടെ സ്വീകരിച്ചു, നന്നായി പരിചരിച്ചു. ഋഭു ആവശ്യപ്പെട്ട പോലെ ആഹാരം തയ്യാറാക്കി നൽകി. ഭക്ഷണശേഷം ശിഷ്യൻ തിരക്കി, ആഹാരം തൃപ്തിയായോ? വേഷപ്രച്ഛന്നനായി വന്ന ഗുരു പറഞ്ഞു, വിശക്കുന്നവനല്ലേ ആഹാരം കഴിക്കുമ്പോൾ തൃപ്തി ഉണ്ടാവൂ. എനിക്ക് ഒരിക്കലും വിശപ്പ് ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ തൃപ്തി ഉണ്ടാകും? ജഠരാഗ്നി ഉണ്ടാകുന്നു, അപ്പോൾ വിശപ്പ് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ ശരീരത്തിൽ ജലാംശം കുറയുന്നു, ദാഹം വരുന്നു, ജലം കുടിക്കുന്നു. ഇതെല്ലാം ശരീരധർമ്മം. ഞാൻ ഇതൊന്നുമല്ല. അതിനാൽ എന്നിൽ ഇതൊന്നുമില്ല. ശാന്തിയും തൃപ്തിയും മാനസിക ധർമ്മം. ഞാൻ മനസ്സല്ലല്ലോ. അതുകൊണ്ട് തൻ്റെ ചോദ്യം തന്നെ ശരിയല്ല. ഞാൻ ആത്മാവാണ്. ഗുണങ്ങൾ മൂലം ഇതൊക്കെ തോന്നുന്നു. ഇപ്പോൾ രുചികരം എന്ന് തോന്നുന്നത് കുറച്ചു കഴിഞ്ഞാൽ അരുചികരമാകും. രുചിയില്ലാത്ത ചിലത് കുറച്ചു സമയം കഴിഞ്ഞാൽ രുചിയുള്ളതാകും. അതുകൊണ്ട് രുചി അരുചി എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ത്രികാലങ്ങളിലും ഭക്ഷിക്കാൻ ഒരുപോലെ യോഗ്യമായി ഒന്നും തന്നെ ഇല്ല. അരി, ഗോതമ്പ്, പാൽ, പഴങ്ങൾ ഇതെല്ലാം പൃഥ്വിവികാരങ്ങൾ മാത്രം. നീയും ഇതുപോലെ ചിന്തിക്കൂ, നിനക്ക് കാര്യം പിടികിട്ടും. ഈ ജ്ഞാനധാര കേട്ട് നിദാഘൻ അതിഥിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. അതിഥി താൻ ആരെന്ന് വെളിപ്പെടുത്തി. ശിഷ്യന് ഗുരുവിനെ കണ്ടതിൽ വലിയ സന്തോഷമായി. പക്ഷേ അപ്പോഴും ശിഷ്യന് ഗുരുവരുളിയ തത്വത്തിന്റെ മർമ്മം തെളിഞ്ഞില്ല. കുറെ കാലം കഴിഞ്ഞു. ഗുരു വീണ്ടും ശിഷ്യന്റെ അരികിലെത്തി. ഇപ്രാവശ്യവും വേഷം മാറിയാണ് വന്നത്. അപ്പോൾ അതുവഴി രാജാവിന്റെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. തെരുവിൽ നോക്കി നിൽക്കുന്ന നിദാഘനോട് ഗുരു തിരക്കി, ഇവിടെ തനിയെ നിൽക്കുന്നത് എന്തിനാ? എന്താ ആൾക്കൂട്ടം? രാജാവ് വരുന്നത് അറിഞ്ഞില്ലേ? അതുകൊണ്ടാണ് ആൾക്കൂട്ടം, നിദാഘൻ പറഞ്ഞു. ഋഭു, ഞാൻ ഈ നാട്ടുകാരനല്ല. എനിക്ക് ഇവിടത്തെ രീതികളും അറിയില്ല. ഇതിൽ ആരാ രാജാവ്? ആരാണ് മറ്റുള്ളവർ? നിദാഘൻ, ആനയുടെ മുകളിൽ ഇരിക്കുന്നത് രാജാവ്, മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾ. ഋഭു, താങ്കൾ രാജാവ് ആന എന്നൊക്കെ പറഞ്ഞല്ലോ. ഏതാണ് രാജാവ്, ഏതാണ് ആന? നിദാഘൻ, കഷ്ടം, അതും അറിയില്ലേ. താഴെയുള്ളത് ആന, മുകളിലുള്ളത് രാജാവ്. ഋഭു, ക്ഷമിക്കണം, ഞാനൊരു ഗ്രാമീണൻ, എനിക്കൊന്നും അറിയില്ല. മുകളിൽ താഴെ എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊന്ന് വ്യക്തമാക്കാമോ? നിദാഘന് നീരസം തോന്നി, എങ്കിലും പറഞ്ഞുകൊടുത്തു. അയാൾ ഭൃഗുവിന്റെ തോളിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, രാജാവിനെ പോലെ ഞാൻ ഇപ്പോൾ മുകളിലിരിക്കുന്നു, ആനയെപ്പോലെ താഴെ നിൽക്കുന്നത് നീ. ശാന്തതയോടെ ഋഭു വീണ്ടും ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണ, താങ്കൾ പറഞ്ഞു ഞാൻ രാജാവ്, നീ ആന. ആരാണ് ഞാൻ, ആരാണ് നീ? ആ നിമിഷം തന്നെ നിദാഘന്റെ ശ്രദ്ധ താൻ ആരാണ് എന്നതിലേക്ക് തിരിഞ്ഞു. മിന്നൽ പിണർ പോലെ തന്റെ നിജസ്ഥിതി അദ്ദേഹത്തിന് വെളിപ്പെട്ടു. ഉടൻ അദ്ദേഹം തോളിൽ നിന്ന് ചാടി ഇറങ്ങി കണ്ണീർ തോകി ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചു. സംശയമില്ല, അവിടുന്ന് എൻ്റെ ഗുരുനാഥൻ തന്നെ, അല്ലാതെ എന്നോട് ആര് ഇത്ര കാരുണ്യം കാണിക്കും? ഗുരുനാഥൻ പറഞ്ഞു, നീ എൻ്റെ ശിഷ്യനാണ്. നിനക്ക് സത്യബോധം ഉണ്ടാകേണ്ടത് എൻ്റെ ആവശ്യമാണ് കുട്ടി. നീ കേവലം ആത്മാവ് മാത്രം, ആത്മാവ് തന്നെയെല്ലാം. ഈ അദ്വൈത ജ്ഞാനം നീ തിരിച്ചറിയണം. അതിനാണ് മനുഷ്യജന്മം തന്നെ. അഹം പൊരുളായി നിന്നിൽ വിളങ്ങുന്നത് എന്തോ, അതാണ് യഥാർത്ഥത്തിൽ നീ. അതുതന്നെയാണ് ഞാനും, ഇക്കാണുന്ന സമസ്തവും. അങ്ങനെ ഗുരുകൃപയാൽ നിദാഘന് തത്വം തെളിഞ്ഞു കിട്ടി. ഭഗവാൻ ബാബയുടെ വാക്കുകൾ ഓർക്കൂ, ഞാൻ നടരാജനാണ്.
നിന്റെ ചുവടുകൾ തെറ്റാതെ നിന്നെ നൃത്തം പഠിപ്പിക്കുന്നതിലുള്ള എന്റെ വിഷമം നിനക്കറിയില്ല. ഇതാണ് അവതാര പുരുഷന്റെ കാരുണ്യം. നമ്മെ പരമമായ സ്ഥാനത്തെത്തിക്കാൻ അവതാര പുരുഷൻ എത്രയേറെ കഷ്ടപ്പെടുന്നു. സായി എല്ലാം കാണുന്നു. ഗീതാ പത്മനാഭൻ കോളേജ് വിട്ടു വരുമ്പോഴാണ് കൂട്ടുകാരിയെ കണ്ടത്. കുറച്ചു നേരം സംസാരിച്ചു. ഇരുവരും ഒരുമിച്ച് ഫുട്പാത്തിൽ നിന്ന് കരിമ്പ് ജ്യൂസും കുടിച്ചു. അടുത്ത ഞായറാഴ്ച ഗീത ആശ്രമത്തിലെത്തി. ഭഗവാൻ സമീപം എത്തി ചോദിച്ചു, കഴിഞ്ഞ ദിവസം നീ എപ്പോഴാണ് വീട്ടിൽ പോയത്? സ്വാമി കോളേജ് വിട്ടപ്പോൾ പോയി. അല്ല, കഴിഞ്ഞ ബുധനാഴ്ചത്തെ കാര്യമാണ് ചോദിച്ചത്. നീ അന്ന് വീട്ടിലെത്തിയപ്പോൾ താമസിച്ചു, ബസ് കിട്ടിയില്ല. ഗീതയ്ക്ക് ഓർമ്മ വന്നു. അവർ പറഞ്ഞു, സ്വാമി ശരിയാ, ബസ് കിട്ടിയില്ല. എന്തുകൊണ്ട്? ഭഗവാൻ തിരക്കി. കൂട്ടുകാരിയെ കണ്ടതും സംസാരിച്ചതും ജ്യൂസ് കുടിച്ചതും ആ ദിവസമായിരുന്നുവെന്ന് ഗീത ഓർമ്മിച്ചു. അവർ അക്കാര്യം പറഞ്ഞു. സ്വാമി പറഞ്ഞു, നീ അന്ന് 3 തെറ്റ് ചെയ്തു. തെരുവിൽ നിന്ന കൂട്ടുകാരിയോട് സംസാരിച്ചു, അങ്ങനെ ബസ് പോയി. താമസിച്ചേ വരൂ എന്ന് അമ്മയെ മുൻകൂട്ടി അറിയിച്ചില്ല. താമസിച്ചു ചെന്നതിന്റെ കാരണവും പറഞ്ഞില്ല. വഴിയരികിൽ വൃത്തിയില്ലാത്ത ദിക്കിൽ ഗ്ലാസിൽ ജ്യൂസ് കുടിച്ചു. ഒരു ദിവസം 3 തെറ്റുകൾ. ഭഗവാനെ മറച്ച് എന്തു ചെയ്യാനാകും? ഇക്കാര്യം മറക്കരുത്. ഓം തത്സത്ത്.